എന്നുള്ളതാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പൂർണ്ണ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ വാശിയേറിയ പോരാട്ടത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. 140 നിയോജക മണ്ഡലങ്ങളിൽ 890 സ്ഥാനാർത്ഥികളാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. 2 ആഴ്ചത്തെ പരസ്യ പ്രചാരണം കഴിഞ്ഞാൽ വിധിയെഴുതാൻ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. തെരഞ്ഞെടുപ്പിന് ഇനി 13 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഗോപാൽ ശിലാസനിൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 13 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ കേരളം പോളിംഗ് ബൂത്തിലെത്താൻ. ആവേശോജ്വലമായ 2ാം ലാപ്പിലെ പ്രചാരണത്തിലേക്ക് മുന്നണികളെല്ലാം കടന്നിരിക്കുകയാണ്. ഇനി പ്രചാരകരെല്ലാം എല്ലാ മുന്നണിക്കും വേണ്ടിയും കളം നിറയും. ഗുഡ് മോർണിംഗ് ആര്യ, ശ്രുതി. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ 3 മണിക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായി. അതിനുശേഷമാണ് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള സ്ഥാനാർത്ഥി ചിത്രത്തിൻ്റെയും മത്സര രൂപത്തിൻ്റെയും ഒക്കെ ഒരു കാര്യത്തിൽ വ്യക്തത നമുക്ക് ലഭിച്ചത്. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് പരസ്പരം അംഗം കുറിക്കാൻ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് സംസ്ഥാനത്ത് 1 ഡസനിലധികം മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. അത് മഞ്ചേശ്വരമുണ്ട്, തിരുവനന്തപുരത്ത് നേമമുണ്ട്, വട്ടിയൂർക്കാവുണ്ട്. അങ്ങനെ ഓരോ ജില്ലകളിലും എണ്ണിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഈ കുറഞ്ഞ 13 ദിവസം, അതായത് ഇന്ന് 27-ാം തീയതിയാണ്, ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് വോട്ട് ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ എത്തും. ഏപ്രിൽ 7-ാം തീയതി പരസ്യപ്രചാരണം അവസാനിക്കും. അത്തരത്തിൽ വിരലിലെണ്ണിയെടുക്കാൻ കഴിയുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി ഒന്ന് ഓടിത്തീർത്ത് 2ാം ലാപ്പ് ഓടിത്തീർക്കുവാൻ വേണ്ടി മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ബാക്കിയാവുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ എല്ലാ ആവനാഴിയിലുള്ള എല്ലാ ആയുധങ്ങളും എല്ലാ അസ്ത്രങ്ങളും എടുത്തുകൊണ്ടുള്ള ഒരു ശക്തി പ്രയോഗം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അംഗക്കളരിലേക്കുള്ളൊരു പ്രകടനമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താരപ്രചാരകരെത്തും, പലവിധ വിവാദങ്ങൾ കത്തിയമരും. അങ്ങനെ പല തരത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് അത്ഭുതങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളും കാണാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലേക്കുള്ള വിവാദങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് സർക്കാരാകട്ടെ പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷമാകട്ടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഡീൽ എന്ന ഒറ്റ വാക്കിൽ ഊന്നിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുത്തുകൊണ്ടിരുന്നത്. UDF ഉം LDF ഉം തമ്മിൽ ധാരണയാണ് എന്ന് BJPയും LDF ഉം തമ്മിലാണെന്ന് UDF ഉം. അതാൽ അങ്ങനെയല്ല, LDF ഈ കളത്തിൽ നിഷ്കളങ്കരാണ് എന്നും UDF ഉം BJPയും തമ്മിലാണ് ഡീൽ എന്നും 3 മുന്നണികളും പരസ്പരം ഇങ്ങനെ വാദപ്രതിവാദങ്ങളുമായി കളം നിറഞ്ഞു നിൽക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF ആണ് ഈ ഡീൽ എന്ന ആരോപണം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. പക്ഷേ ആ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് LDF ശക്തമായി തന്നെ അതിനെ തിരിച്ചടിക്കുന്നു. ഏറ്റവും അവസാനമായി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് രൂക്ഷമായ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉന്നയിച്ചത്. അങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളും എണ്ണിത്തീർത്ത് ഓരോ വീടുകളും കയറി തീർത്ത് മുന്നണികൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. ആര്യ, ശ്രുതി. യെസ്, ഗോപാൽ ശിലാസറിലാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇനി 2 ആഴ്ച കൂടി മാത്രമേ പരസ്യപ്രചാരണത്തിന് ബാക്കിയുള്ളൂ. ആവേശോജ്വലമായ പ്രചാരണത്തിലേക്ക് മുന്നണികൾ നേരത്തെ തന്നെ കടന്നു കഴിഞ്ഞു. ഇനി അതിന്റെ ഒരു 2nd ലാപ്പിലേക്ക് കടക്കുകയാണ്. എല്ലാ മുന്നണികൾക്കുമായി താരപ്രചാരകർ ഇനി കളത്തിലേക്ക് സജീവമാകാൻ പോവുകയാണ്. അതിനിടയിൽ ഗോപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡീൽ ആരോപണമാണ് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ പ്രചാരണ ഘട്ടത്തിൽ വലിയ ചർച്ചയാകുന്നത്.